ഹലോ ഗൈസ്, നമ്മൾ കുറച്ച് സാധനങ്ങൾ വെച്ച് നല്ല തട്ടിക്കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തല്ലോ. സോ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലാവുന്ന അടിപൊളി എത്ര അടിപൊളിയാണെന്ന്. സോ ഗൈസ്, അതിന് വെറും വേണ്ടത് 5-4 ഐറ്റം മാത്രം മതിട്ടോ ഗൈസ്. അപ്പോൾ വേണ്ട സാധനങ്ങൾ നമ്മൾ ആട്ട ബ്രെഡ് എടുക്കുക, പിന്നെ ഒരു മിൽക്കി മിസ്റ്റിൻ്റെ ഒരു മിൽക്ക് മെയ്ഡ് എടുക്കുക, ഫ്രഷ് ക്രീം ആൻഡ് 2 രൂപേൻ്റെ വരും. ഏത് കോഫി പൗഡർ ആണെങ്കിലും ഓക്കെയാണ്. ദെൻ നമ്മൾ നല്ല ഭംഗിയുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് നല്ല വൃത്തിയിലൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ പരിപാടിയിലേക്ക് പോയാലോ. സോ നമ്മൾ ആട്ട ബ്രെഡ് എടുത്തിട്ടുണ്ട് ആദ്യം. സോ കണ്ടോ, ഇത് റൗണ്ട് ഷേപ്പിലാണ് കറക്റ്റാണ്. പിന്നെ നമ്മൾ ടേസ്റ്റിന് വേണ്ടി കടിച്ചൊക്കെ ചെയ്തല്ലോ. പക്ഷേ ഇത് ആർക്ക് കൊടുക്കാനുള്ളതല്ല, അമ്മക്ക് തന്നെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ കടിക്കലൊക്കെ എന്താ സ്വാഭാവികം. പിന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ മിൽക്ക് മിസ്റ്റിൻ്റെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തെല്ലാം സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം തൊട്ട മേലനായിട്ട് നമ്മുടെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. സോ ഫ്രഷ് ക്രീം അടങ്ങൾ ഇങ്ങനെ ജ്യൂസി പോലെ ഞാൻ ഗൈസ് ഫസ്റ്റ് കേടുന്നതാണ്. പക്ഷേ എല്ലാം ഞാൻ കുറച്ച് ടൈമായി ഗൈസ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചതായിരുന്നു. അങ്ങനെ അത് ലൂസായി പോയതാണ്ടോ. പിന്നെ ഞാൻ കുറച്ച് ഡേറ്റ്സ് ഒക്കെ ഡെക്കറേഷൻ വെക്കുന്നുണ്ട്. ഡേറ്റ്സ് പിന്നെ എനിക്ക് വല്ലാത്തതുകൊണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് 2-3 മാത്രമേ വെക്കണുള്ളൂ. തോന്നുന്നു ഡേറ്റ്സിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തന്നെ അധികം വെക്കട്ടോ. നല്ല ടേസ്റ്റ് വേറെ തന്നെ വരും. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമില്ല. പിന്നെ നമ്മൾ ആദ്യം വെച്ചാൽ ലെയർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വെക്കാം. സോ പിന്നെ ഞാനൊരു ബ്രെഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മേലെ നമ്മുടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീം നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നല്ല ഓവർ മധുരം ഉണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം മിൽക്ക് മെയ്ഡ് പിന്നെ ബ്രെഡ് ഓൾറെഡി അത്യാവശ്യം മധുരമുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പരിപാടിയാണ് ഗൈസ്, നമ്മൾ ഈ ബ്രൂ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈസി ടെമ്പിൾ മെത്തേഡ് ഇല്ലേ ഗൈസ്, നമ്മളൊരു ബോട്ടിൽ എടുക്കുക, ബ്രൂ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം എടുക്കുക ഗൈസ്. വായിലായി പൊളിക്കുമ്പോൾ എന്ത് കയ്പ്പ് അറിയും. അങ്ങോട്ട് ഗൈസ് ഞാൻ അതിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കട്ടോ. ഞാനാക്കി 2 ചെറിയ സ്പൂൺ മധുരം ഇട്ട് കൊടുക്കുന്നത്. കാരണം ഓൾറെഡി നല്ല മധുരം തിന്ന് മസ്താവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചിട്ട് കൊടുക്കുന്ന മധുരം. ഇനി ഇതിനേക്കാളും നല്ല മധുരം ഫ്ലേവർ സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം മധുരമിട്ട് കോഫിക്ക് നല്ല മധുരം ചേർത്തോളൂ, നോ പ്രോബ്ലം. പിന്നെ നമ്മൾ സാധാ കുലുക്കുകാരെ കൊണ്ടുവന്നിട്ടുണ്ട് കുലുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒറ്റയ്ക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ എനിക്ക് എല്ലാ പണിക്ക് ഹെൽപ്പ് ചെയ്യുന്ന 2 ടീംസ് ഉണ്ട് ഗൈസ്. ഇച്ചു നമ്മുടെ റഫാൻ അങ്ങനെ ഓരോ വിളിച്ചു. പിന്നെ ഞാൻ തോന്നുന്നു കുലുക്കി ഒരിക്കും കൊടുത്തു ഗൈസ്. ഇതാണ് ഗൈസ് നമ്മൾ 2 ഹെൽപ്പേഴ്സ്. പിന്നെ അതിന് ശേഷം ഗൈസ് ഞാൻ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിലേക്ക് പിന്നെയും നമ്മൾ ഈ കോഫി മിക്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ബ്രെഡ് സത്യം പറഞ്ഞാലേ തട്ടിക്കൂട്ടായിട്ടാണ് കാണാനൊരു വൃത്തി ഗൈസ്. എന്നിട്ട് അത് ഞാൻ സ്പ്രെഡാക്കിയപ്പം ബ്രെഡ് നല്ലോണം അതിൽ പൊതിർന്നിങ്ങനെ വരുന്നതൊക്കെ വലിയ ജ്യൂസ് വരുന്നിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ റൗണ്ടിൽ ഇതാക്കിയപ്പോൾ കറക്റ്റ് ലൈക്ക് എന്താ പറയുക, നമ്മളൊരു കേക്കിൻ്റെ ബെന്നൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു മോഡൽ. പിന്നെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ സ്വാഭാവികം ഗൈസ്. നമ്മുടെ പാൽപ്പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ അവിടെ ഇട്ട് കൊടുക്കല്ല, അതിൽ തട്ടിക്കൂട്ടുന്നതാണ്. പിന്നെ നമ്മൾ ചെറീസ് ഇവിടെ കുറച്ച് ദിവസമായി എൻ്റെ കണ്ണി പെട്ടൊരു ഗൈസ് ഫ്രിഡ്ജിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടണ്ടേ. അപ്പോഴാണ് ഗൈസ് ഈ ഐഡിയ വന്നത്. അപ്പോൾ ഇതങ്ങോട്ട് ചെയ്ത് ചെറീസ് ഇട്ട് കൊടുത്ത് പിന്നെ ഗൈസ് ഞാനിത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട 5 മിനിറ്റ് 20 മിനിറ്റ് വെക്കാം. പക്ഷേ എനിക്ക് പഠിച്ചപ്പോൾ തീരെ ക്ഷമ തരാത്തതുകൊണ്ട് തന്നെ ഞാൻ 5 മിനിറ്റ് വെച്ചിട്ട് എടുത്തുവിട്ടു ഗൈസ്. കുറച്ച് തണുപ്പുള്ളൂ, പക്ഷെ നല്ല തണുപ്പാണ്, നല്ല ടേസ്റ്റ്.